ഹായ് ഗൈസ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ ലാഹയ്ക്ക് പോകാമെന്ന് വിചാരിച്ചു. കുഞ്ഞ് ഭയങ്കര വഴക്കായിരുന്നു ഉറക്കത്തിൽ എണീറ്റ്. അവന് അന്നേരം അച്ചയുടെ കണ്ണാടിയൊക്കെ എടുത്ത് വെച്ചിട്ട് ഭയങ്കര ഡാൻസും പാട്ടുമാണ്. ഫോൺ കണക്ട് ചെയ്തിട്ട് ഭയങ്കര ഡാൻസും പാട്ടുമാണ്. അങ്ങനെ ഞങ്ങൾ ഒരു 5:30 ആയപ്പോൾ ലാഹയ്ക്ക് പോകാമെന്ന് പറഞ്ഞ് വീട്ടിൻ്റെ അവിടെ നിന്ന് ഞങ്ങൾ വണ്ടി എടുത്ത് ഇറങ്ങി. ഇങ്ങനെ അപ്പം ഞങ്ങളുടെ ഈ വീടിൻ്റെ അവിടെ നിന്ന് മെയിൻ ഒരു വലിയ വളവാണ്. ആ വളവിൻ്റെ അവിടെ നിന്ന് ഞങ്ങളിങ്ങനെ വണ്ടി എടുത്ത് ഇങ്ങനെ പോകുന്നത്. അപ്പം വീടുകളൊക്കെ ഒന്ന് കാണിക്കുകയും നമ്മുടെ റോഡും എല്ലാം കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എടുത്തതാണ്. കണ്ടോ, അടുപ്പിച്ചെല്ലാം ഞങ്ങളുടെ ഇവിടെ എല്ലാം അങ്ങ് വീടുകളാണ്. നമുക്ക് എന്തോ ഇങ്ങനെ കാണാൻ തന്നെ ഒരു രസമുണ്ടല്ലോ, അടുത്തടുത്താകുമ്പോഴും ഒരു നല്ലൊരിത്. എല്ലാം നല്ല പച്ചപ്പ്, മലനിരകൾ, പിന്നെ എന്താണ് വളവും തിരിവുമാണ് ഇവിടുത്തെ മെയിൻ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ. നല്ല വരുന്നതെന്ന് പറഞ്ഞാൽ നല്ല വലിയ വളവുകളായിരിക്കും. ശ്രദ്ധിച്ച് വണ്ടി ഓടിച്ചില്ലെങ്കിൽ പണി കിട്ടും. അങ്ങനെ ഇങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞായറായിട്ടും ഇന്നും ചെറിയ തിരക്കൊക്കെ റോഡിലുണ്ട്. ഇത് ഞങ്ങളുടെ പൂത്തുമൂട് പാലമാണ്. പൂത്തുമൂട് പാലം കഴിഞ്ഞ് ഈ വെള്ളപ്പൊക്കത്തിന് വെള്ളം കയറി ഇറങ്ങിയായിരുന്നു. എന്തായാലും ഒന്നും പറ്റിയില്ല പാലത്തിന്. ഇത് ഞങ്ങളുടെ പുഷ്പാമ്മയുടെയൊക്കെ കടയാണ് കാണുന്നത്. കുഞ്ഞെപ്പോഴും പോകുമെന്ന് പറയുന്ന കടയാണ്. അതാണ് ഞങ്ങളുടെ ബന്ധം എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ അനിയൻ്റെ വീടാണ്. പിന്നെ ഈ കാണുന്ന വഴി എന്ന് പറയുന്നത് ഇഷാൻകുട്ടൻ്റെ അംഗൻവാടിയിലോട്ടുള്ള വഴിയാണ് ആ കണ്ടത്. മഴ എന്നോട് കുഞ്ഞിനെ വിടാൻ പറ്റുന്നില്ല. ഇപ്പം പിന്നെ ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ മടത്തുമൊഴി ജംഗ്ഷനാണ്. ഭയങ്കര എന്നാലും നല്ല അത്യാവശ്യം ഞായറായിട്ട് നല്ല തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഒരു ലാഹ റോഡിലോട്ട് കയറിയിട്ടുണ്ട്. എല്ലായിടത്തും ഇന്ന് അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ വിചാരിച്ചു ഞായറാകുമ്പം തിരക്ക് കുറവാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഇതൊക്കെ ചെറിയ ഈ വഴിയോര വടയും അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന കടകളുണ്ട്. അങ്ങനത്തെ ചായക്കടകളും അങ്ങനെയൊക്കെയുള്ള കടകളാണ്. ഇവിടം തൊട്ട് ചെറിയൊരു വനം പോലെ ചെറുതായിട്ടൊന്ന് തോന്നും. ആ ഒരു ഇച്ചിരിയുടെ വനം പോലുണ്ട്. നല്ല രസമാണ്. രണ്ട് സൈഡും മരങ്ങൾ കൊണ്ട് ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുകയാണ്. ഒരു ചെറിയ തണുപ്പും. നമുക്ക് AC ഒന്നും ഇല്ലെങ്കിലും ഗ്ലാസ് തുറന്നിട്ടാൽ മതി, നല്ല ശുദ്ധവായു ശ്വസിക്കാം. പിന്നെ നല്ല കാറ്റടിക്കും. നല്ല ഇതാണ്. ഇപ്പം നമുക്കൊരു എൻജോയ് ചെയ്യാൻ, നമുക്കൊരു യാത്രയെന്ന് പറഞ്ഞാൽ നല്ല രസമാണല്ലോ. നമുക്ക് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പം ഒരു സുഖമുണ്ട്. ഇങ്ങനെ നല്ല മലനിരകളാണ്. ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ മയിലിനെ കണ്ടപ്പോൾ ഞാൻ ഈ പ്രാവശ്യം മയിലിനെ കാണാമല്ലോ എന്ന് വിചാരിച്ച് ഇങ്ങനെ പോയി. ഞാനൊരു മയിലിനെ കണ്ടു, പക്ഷേ ഞാൻ വീഡിയോ എടുത്തായിരുന്നു. പക്ഷെ അതിനകത്ത് ഉൾപ്പെടുത്തി വന്നപ്പോൾ അതിനകത്ത് കണ്ടില്ല. ഇവിടെ എല്ലാം പിന്നെ ഇങ്ങനെ ഈ ഞായർ ദിവസം ആകുമ്പോൾ ഈ വണ്ടിക്കാരൊക്കെ കൊണ്ടുവന്ന് ഇവിടെ ചെറിയ അരുവികൾ പോകണല്ലോ കാണും റോഡ് സൈഡിലോട്ട്. വണ്ടിക്കാർ കൊണ്ടുവന്ന് വണ്ടിയെല്ലാം കഴുകാൻ വരും. അങ്ങനെ വണ്ടി കഴുകിക്കൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. അങ്ങനെ എല്ലാ മലനിരകൾ നല്ലതാണ്. പക്ഷേ എല്ലാം പടൽ പോലെ അങ്ങ് കയറി കിടക്കുക. കണ്ടോ, കാട് പോലെ തോന്നും. പക്ഷെ കാണാൻ നല്ല രസം. പക്ഷേ എന്തെങ്കിലും ഇഴജാതികൾ കയറി ഇരുന്നാൽ നമുക്കറിയാൻ പറ്റത്തില്ലല്ലോ. പിന്നെ ഇങ്ങേ സൈഡിൽ കണ്ടില്ലേ, അതെന്തോ മരുന്നടിച്ചതാണെന്ന് തോന്നുന്നു. എല്ലാം കരിഞ്ഞ് നിൽക്കുവാണ്. എന്തോ മരുന്നടിച്ചതാണ്. എല്ലാം ഇങ്ങേ സൈഡെല്ലാം കരിവ് പോലുണ്ട്. അങ്ങനെ ഞങ്ങളിവിടെയൊക്കെ വന്നു. കണ്ടോ, നല്ല പച്ചപ്പ് നിറഞ്ഞ് നിന്ന്. കണ്ടോ, ഇങ്ങനെ മഞ്ഞില്ല എന്ന് പറഞ്ഞിരുന്ന് ചേട്ടാ ആദ്യത്തെ സ്റ്റോപ്പിലൊന്ന് നിർത്തിയിട്ട് പിന്നെ ഇച്ചിരി കൂടെ മുന്നോട്ട് പോയപ്പോൾ നല്ല കോടമഞ്ഞ് ഇങ്ങനെ വരുന്നു. നല്ല കാറ്റും നല്ല രസമാണ്. ഞങ്ങൾ അവിടെ ഇറങ്ങി 2-3 ഫോട്ടോ എടുത്ത് ഞങ്ങളിങ്ങനെ പിന്നെ ഇച്ചിരി കൂടെ മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞ് മുന്നോട്ട് പോയി. അവിടെ ചെന്ന് വണ്ടി ഇച്ചിരി നേരം നിർത്തി. കുഞ്ഞിനെ വെളിയിൽ ഇറക്കാൻ പറ്റത്തില്ല. കാരണം ഇവൻ ഇറങ്ങി കഴിഞ്ഞാൽ ഭയങ്കര മേളമാണ്. റോഡിൽ കൂടെ ഓടുകയൊക്കെ ചെയ്യും. വണ്ടിയൊക്കെ വരുന്നതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ചില്ലേ പറ്റത്തില്ലല്ലോ. അവിടെ വെച്ച് ഞങ്ങളൊരു ആനയെ കണ്ടു. അങ്ങനെ ഞങ്ങൾ ആനയെ കണ്ട് ഞങ്ങളിതിന് പെട്ടെന്ന് ഇങ്ങ് പോരാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്ത് കോടമഞ്ഞിൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ ഇറങ്ങിയില്ല. ചേട്ടായി മാത്രമേ എടുത്തുള്ളൂ. ഞങ്ങൾ വണ്ടിയിൽ നിന്ന് ഓരോ കോപ്രായം കാണിക്കുന്നതാണ് ഈ കാണുന്നത്. ചേട്ടായി അവിടെ നിന്ന് വീഡിയോ എടുക്കുമായിരുന്നു. അങ്ങനെ ഇതുവഴിയുള്ള വണ്ടിയാണ് പോകുന്നത്. വേറെ വ്യൂ ഒന്നുമില്ല. നമ്മൾ ചുമ്മാ പോയതാണ്. ഓക്കെ, ബൈ.